നമസ്കാരം. കേരളത്തിലെ അസംഘടിത മേഖലയുടെ ബഹുഭൂരിഭാഗവും കൈയടക്കി കഴിഞ്ഞിരിക്കുന്ന അതിഥി സംസ്ഥാന തൊഴിലാളികളുടെ ഗൾഫായി ഇവിടെ മാറി എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. ഇപ്പോൾ നിരവധി പഠനങ്ങളും കണക്കുകളും ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. ഗ്രാമവികാസ് എന്ന സംഘടനയും അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ മൈഗ്രേഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് CMID എന്നിവയും ചേർന്ന് ഒരു പഠനം നടത്തിയിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇവിടെ പഠന വിഷയമായത് ഒഡീഷയും കേരളവും തമ്മിലുള്ള തൊഴിലാളികളുടെ ബന്ധമാണ്. ഒഡീഷയിലെ കാന്ധമാൽ ജില്ലയിലെ ദാരിംഗ്ബാഡി എന്ന ബ്ലോക്കിലെ കുടിയേറ്റ തൊഴിലാളികളിൽ 58% കേരളത്തിൽ ജോലി ചെയ്യുന്നു എന്നാണ് കണക്ക്. ഒരു വർഷം 35 കോടി രൂപയോളം കേരളത്തിൽ നിന്നും ദാരിംഗ്ബാഡിയിൽ എത്തുകയാണ്. കേരളത്തിലെ മികച്ച വേതനവും തൊഴിലവസരങ്ങളുമാണ് ഇവരെ കൂട്ടമായി ഇവിടേക്ക് എത്തിച്ചത്. അവരുടെ ഗൾഫ് തന്നെയാണ് കേരളം. ഒരു മാസം ശരാശരി 3000 രൂപയിൽ താഴെയാണ് ദാരിംഗ്ബാഡിയിലെ ഒരു കുടുംബത്തിന്റെ വരുമാനം. എന്നാൽ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്ന കുടിയേറ്റ തൊഴിലാളിയുടെ കുടുംബത്തിന് 10,750 രൂപയാണ് ശരാശരി മാസ വരുമാനം. ഇവിടെ നിന്നും എത്തിയവരിൽ ഭൂരിഭാഗവും നിർമ്മാണ മേഖല, ഹോട്ടലുകൾ, മറ്റു വ്യാപാര സ്ഥാപനങ്ങളിലെ ജോലികൾ എന്നിവയൊക്കെയാണ് ചെയ്യുന്നത്. ഒറീസയിലെ ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള സ്ഥലമാണ് കാന്ധമാൽ ജില്ലയിലെ ദാരിംഗ്ബാഡി. ദാരിംഗ്ബാഡിയിൽ നിന്നും കുടിയേറ്റക്കാരായി പുറത്തുപോയ 60% തൊഴിലാളികളിൽ 58% കേരളത്തിലാണ് പണിയെടുക്കുന്നത്. കേരളത്തിൽ പണിയെടുക്കുന്നവരിൽ 1/3 ഭാഗവും എറണാകുളത്താണുള്ളത്. ബാക്കി വരുന്നവർ തൃശൂർ, കണ്ണൂർ, പത്തനംതിട്ട എന്നിവിടങ്ങളിലെല്ലാം പണിയെടുക്കുന്നു. ദാരിംഗ്ബാഡിയുടെ 65 മുതൽ 70% വരുമാനവും കേരളത്തിൽ നിന്നാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ നിന്നും 8,953 പേരാണ് കേരളത്തിൽ പണിയെടുക്കുന്നത് എന്നാണ് 2023 കണക്ക്. ഇതിൽ 5000-ഓളം പട്ടികവർഗക്കാരാണ്. കേരളത്തിലെ വരുമാനം കൊണ്ട് ദാരിംഗ്ബാഡിയിലെ സാമൂഹിക അവസ്ഥയിലും വലിയ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ലോണുകൾ തിരിച്ചടയ്ക്കുവാനും ഗാർഹിക ചെലവുകൾ നിർവഹിക്കുവാനും കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുവാനും സമ്പാദ്യമുണ്ടാക്കുവാനും കേരളം അവർക്ക് തുണയാകുകയാണ്. പഠന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ എവിടെ നിന്നും ലഭിക്കുന്നതിനേക്കാൾ മികച്ച കൂലിയാണ് അതിഥി തൊഴിലാളികൾക്ക് കേരളത്തിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത, കേരളത്തിൽ ജാതി വിവേചനം അനുഭവപ്പെടാത്തത് അതിഥി തൊഴിലാളികൾക്ക് വളരെയധികം ആശ്വാസം നൽകുന്നു എന്നാണ്. ഇതെല്ലാം കൊണ്ട് അവരുടെ ഇഷ്ട തൊഴിലിടമായി കേരളം മാറിയിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള വരുമാനം കൊണ്ട് കാന്ധമാൽ ജില്ലയിൽ 23% തൊഴിലാളികൾക്ക് വീട് പുതുക്കി പണിയുവാനും 5% പേർക്ക് പുതിയ വീട് നിർമ്മിക്കുവാനും സാധിച്ചു എന്നാണ്. ഇവിടങ്ങളിലെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാനും അവർ ശ്രദ്ധ ചെലുത്തുകയാണ്. കേരളത്തിൽ നിന്നും മൊത്തത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ സമ്പാദിക്കുന്നതിൽ നല്ലൊരു പങ്കും അവരുടെ നാടുകളിലേക്ക് ഒഴുകുകയാണ്. ആഴ്ചകളിലും മാസത്തിലും പതിവായി ബാങ്ക് ഇടപാടുകൾ നടത്തുന്നതിൽ അവർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുകയും ചെയ്യുന്നു. 2021 നടത്തിയ ഒരു പഠനപ്രകാരം 7,500 കോടിയോളം ഇത്തരത്തിൽ കേരളത്തിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. CMIDയുടെ കണക്കനുസരിച്ച് 35 ലക്ഷത്തിലധികമാണ് കേരളത്തിലെ കുടിയേറ്റ തൊഴിലാളികൾ. ഏറ്റവും കുറഞ്ഞ ദിവസവേതനം 700 രൂപയോളമാണ് അവർക്ക് ഇവിടെ ലഭിക്കുന്നത്. 2012 കാലഘട്ടത്തിൽ 25 ലക്ഷത്തോളം കുടിയേറ്റ തൊഴിലാളികൾ ഉണ്ടായിരുന്നത് വർഷം തോറും 8% വളർച്ച കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഏതാണ്ട് എല്ലാ തൊഴിൽ മേഖലകൾ, അത് പ്ലാന്റേഷൻ, ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ഫിഷറീസ്, ചില്ലറ വിൽപ്പന സ്ഥാപനങ്ങൾ, ബാർബർ ഷോപ്പുകൾ, നിർമ്മാണ മേഖല, അങ്ങനെ മിക്കവാറും എല്ലായിടങ്ങളിലും അന്യ സംസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കുകയാണ്. കോവിഡ് കാലത്ത് ഇവരെല്ലാം അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ കേരളത്തിലെ നിർമ്മാണ മേഖല നിശ്ചലമായതും പല വികസന പദ്ധതികൾ സ്തംഭിച്ചതും നമ്മൾ കണ്ടതാണല്ലോ. ഇനി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഇന്ന് കേരളത്തിലെ ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ, ഓട്ടോ തൊഴിലാളികൾ തുടങ്ങി പല മേഖലകളും കുടിയേറ്റ തൊഴിലാളികളെ ആശ്രയിച്ചു നിൽക്കുന്നു എന്നതും മറ്റൊരു വസ്തുതയാണ്. ഇവരിൽ നിന്നും ഇവിടെ ചിലവഴിക്കുന്ന വരുമാന വിഹിതവും കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയിലെ മറ്റൊരു കണ്ണിയായി ചേർക്കപ്പെടുകയാണ്. കുടിയേറ്റ തൊഴിലാളികൾ ഇവിടെ സ്ഥിരമാക്കുകയും ഇവിടെ നിന്നും വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നതും വലിയ വാർത്തകൾ അല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നല്ല മണിമണിയായി മലയാളം സംസാരിക്കുന്ന അന്യ സംസ്ഥാനക്കാരുടെ കുഞ്ഞുങ്ങൾ കേരളത്തിലെ മിക്കവാറും വിദ്യാലയങ്ങളിലെ കാഴ്ചകളായി മാറിക്കഴിഞ്ഞു. ഇനിയുമുണ്ട് പറയാനേറെ വിശേഷങ്ങൾ. അതൊക്കെ നിങ്ങളുടെ കമൻറ്റുകളിൽ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.